Hi friends, welcome back to our channel. 2022-23 വർഷത്തിലെ 10ാം ക്ലാസ് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ വായിച്ചു നോക്കാം. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Answer any 4 questions from 1 to 5. Each questions carry 1 score. അപ്പോൾ എന്താണ് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ നോക്കിയിട്ട് രണ്ടാമത്തതിൻ്റെ ആൻസർ എന്താണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ടു സീ അവർ ഫേസ് പ്ലെയിൻ മിററാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ റിയർ വ്യൂ വെഹിക്കിൾസിന് നമ്മൾ ഏത് മിററാണ് യൂസ് ചെയ്യുക? ഏതാണ്? കോൺവെക്സ് മിറർ. ഏതാണ്? കോൺവെക്സ് മിറർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ commercial unit of electrical energy? What is the commercial unit of electrical energy? എന്താണ്? കിലോവാട്ട് ഹവർ. എന്താണ്? കിലോവാട്ട് ഹവർ. ഇനി അടുത്ത ചോദ്യം, റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജും ടു റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും അതിന് എന്താണ് പറയുക? ആ ടേമിന് പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. എന്താണ്? മാഗ്നിഫിക്കേഷൻ. ദെൻ നാലാമത്തെ ചോദ്യം, ദ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ്. എന്താണ്? ദ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം, ഒരു മീഡിയം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തിന്? സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, power of the primary of a step up transformer without energy loss is 100 volt. What is the power of the secondary? അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയുടെ പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എന്താണ്? പവർ ഓഫ് ദ പ്രൈമറി ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പവർ എന്ന് പറയുന്നത്, എനർജി ഒന്നും ലോസ് ആവണില്ല, അവിടുത്തെ പവർ എന്ന് പറയുന്നത് 100 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സെക്കൻഡറി പവർ എത്രയായിരിക്കും? പ്രൈമറി പവറിൻ്റെ സെയിം ആയിരിക്കും, അതായത് 100 തന്നെയായിരിക്കും, 100 വോൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 10. ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആറാമത്തെ ചോദ്യം, സിമ്പിൾ ഓഫ് എ കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അപ്പോൾ അതെന്താണ്? അതൊരു സോളിനോയിഡ് അഥവാ ഇൻഡക്ടറാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ്? അപ്പോൾ ഈ കമ്പോണൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? എന്താണ്? ഇൻഡക്ടർ റെഡ്യൂസസ് ദ വോൾട്ടേജ് വിത്തൗട്ട് എനർജി ലോസ് ബേസ്ഡ് ഓൺ സെൽഫ് ഇൻഡക്ഷൻ. എന്താണ്? ഇൻഡക്ടർ എന്ത് കുറയ്ക്കും? വോൾട്ടേജ് കുറയ്ക്കും. എനർജി ലോസ് ഒന്നും ഉണ്ടാവാണ്ട് വോൾട്ടേജ് കുറക്കും ബേസ്ഡ് ഓൺ സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം, ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് 2 പ്ലെയിൻ മിറർ ഈസ് 60 ഡിഗ്രി. ഹൗ മെനി ഇമേജസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ദം? അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അവർക്കിടയിൽ എത്ര ഇമേജസ് ഫോം ആവും? എത്ര ഇമേജസ് ഫോം ആവും? നമ്പർ ഓഫ് ഇമേജസ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1 കൂടെ ചെയ്യുക. എന്താണ്? നമ്പർ ഓഫ് ഇമേജസ് ഈസ് ഈക്വൽ ടു 360 ബൈ 60 മൈനസ് 1 ഈസ് ഈക്വൽ ടു, അത് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം.
എട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പ്ലെയിൻ മിറർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയത് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അതാണ് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ വായിച്ചു നോക്കാം. വിർച്വൽ ഇമേജ് ഈസ് ഫോംഡ്, റിയൽ ഇമേജ് ഈസ് ഫോംഡ്, റിയൽ ഇമേജ് ഈസ് മാഗ്നിഫൈഡ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? ഇതിൽ എ വിർച്വൽ ഇമേജ് ഈസ് ഫോംഡ്, അതുപോലെ തന്നെ ഡി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then ഒമ്പതാമത്തെ ചോദ്യം ഹൗ ഡു 3-pin പ്ലഗ് എൻഷുർ ബെറ്റർ സേഫ്റ്റി ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ എങ്ങനെയാണ് 3-pin പ്ലഗ് ഹൗസസിലൊക്കെ ബെറ്റർ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എ 3-pin plug pin makes contact with the socket of earth line. This pin is now connected to the appliance body. Electricity flows to the ground through the earth wire if the body came into contact with an electric connection. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The magnification of an image formed by a concave mirror is -1. What is the position of the object? അപ്പോൾ ഒരു ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കോൺകേവ് മിററിത്തെ ഇമേജ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? അറ്റ് സിയിലായിരിക്കും. സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്? ഇമേജ് എവിടെയായിരിക്കും? ഇമേജും എവിടെ തന്നെയായിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് ആൻസർ എനി 4 questions from 11 to 15. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 scores. അപ്പോൾ 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ. 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒബ്സർവ് ചെയ്യുക. എ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഈസ് ദ ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? അപ്പോൾ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രി. വാട്ട് ഈസ് മീൻ ബൈ ക്രിറ്റിക്കൽ ആംഗിൾ? ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്നും ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90. The angle of incident at which the angle of refraction becomes 90 is the critical angle of that medium. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ഫിഗർ ഷോയിങ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ഫിഗർ ഇതിലേത് ഫിഗറാണ്? ഫിഗർ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത 12th ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദ കണ്ടക്ടർ എ ബി ഈസ് മൂവ്ഡ് അപ്വേർഡ് സഡൻലി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ്. അപ്പോൾ എന്താണ്? കണ്ടക്ടർ എ പി മേലേക്ക് നീക്കിയാൽ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് എന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് കറൻറ്റ് എങ്ങനെയായിരിക്കും? ബി ടു എ ആയിരിക്കും. വിച്ച് ഈസ് ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു റീച്ച് ദിസ് കൺക്ലൂഷൻ. അപ്പോൾ ഈ കൺക്ലൂഷനിലേക്ക് എത്താൻ സഹായിച്ച ലോ ഏതാണ്? സ്റ്റേറ്റ് ദ ലോ. അപ്പോൾ ലോ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതുക. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇമാജിൻ എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെച്ച് ദ forefinger, middle finger and the thumb of the right hand is mutually perpendicular direction. If the forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the
conductor. Then the middle finger represents the direction of the induced EMF, induced current. Okay. The next question number 13. An object of height 6 cm is placed at a distance 8 cm front of a concave mirror. A real image is formed at a distance of 16 cm from the mirror. Calculate the magnification of the image. അപ്പോൾ എന്താണ് പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 6 സെൻറ്റിമീറ്റർ ആണ്, യു എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്, വി എന്ന് പറയുന്നത് -16 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു -v/u, അതായത് -16/-8 ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. ഇനി കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ image. Calculate the height of the image. അപ്പോൾ magnification is equal to height of the image divided by height of the object. അപ്പോൾ magnification എന്ന് പറയുന്നത് -2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -2 is equal to height of the image divided by height of the object 6 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ -2 is equal to hi ഡിവൈഡഡ് ബൈ 6. ഇനി hiനെ മാത്രം അവിടെ നിർത്തിയിട്ട് 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2 × 6 ഈസ് ഈക്വൽ ടു hi എന്ന് വരും. അതായത് 2 × 6 -2 × 6 ഈസ് ഈക്വൽ ടു -12 ഈസ് ഈക്വൽ -12 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് hi എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. A transformer without power loss have 1500 turns in the primary and 7500 turns in the secondary. Voltage across secondary is 250 volt and the power of the transformer is 100 volt. What is the working principle of a transformer? അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് അതായത് വി പി കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്കറിയാം എൻ പി തന്നിട്ടുണ്ട് 1500, എൻ എസ് തന്നിട്ടുണ്ട് 7500, പി തന്നിട്ടുണ്ട് 100 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം VS/VP ഈസ് ഈക്വൽ ടു NS/NP. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 250 ഡിവൈഡഡ് ബൈ VP ഈസ് ഈക്വൽ ടു 7500 ഡിവൈഡഡ് ബൈ 1500 എന്ന് കിട്ടും. അതിൽ നിന്ന് VP കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 50 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പ്രൈമറി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് IP × VP ഈസ് ഈക്വൽ ടു IS × VS ആണ്. ഇവിടെ നമുക്ക് എന്തറിയാം? പി എന്ന് പറയുന്നത് 100 വോൾട്ടാണെന്ന് നമുക്കറിയാം. IP × 50 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അതായത് IP ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ. ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ 2 ഡിഫറെൻറ്റ് മീഡിയം ഈസ് ഡിപ്പിക്റ്റഡ്. അപ്പോൾ ലൈറ്റ് റേ 2 മീഡിയത്തിൽ വരുന്ന പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിച്ച് മീഡിയം ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എക്സ്പ്ലെയിൻ വൈ. അപ്പോൾ ഇതിൽ ഏത് മീഡിയത്തിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്? എന്തുകൊണ്ടാണ്? മീഡിയം 1-നാണ്. ബിക്കോസ് ഓഫ് ലെസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ചെറിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉള്ളത് മൂലം. ഇനി നെക്സ്റ്റ്, വിച്ച് മീഡിയം ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ്? അതും ഫിഗർ 1-ന് തന്നെയാണ്, മീഡിയം 1. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Answer any 4 questions from 60 to 20. Each questions carries 4 scores. അപ്പോൾ 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതാം. ഓരോന്നിനും 4 മാർക്ക് വീതം. 16ാമത്തെ ചോദ്യം, ട്രാൻസ്ഫോമേഴ്സ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പവർ ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനർജി ലോസ്. വിച്ച് ആർ ദി സ്റ്റേജസ് അറ്റ് വിച്ച് ട്രാൻസ്ഫോമർ ആർ യൂസ്ഡ് ഇൻ പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ ട്രാൻസ്ഫോമറിനെ പവർ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യണ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ,
Okay. Next B question. What is the reason for power loss in power transmission? Appo power transmission le power loss inde karanam endu. One of the main cause of the power loss is the Joule effect found in the transformers and power lines. The energy is lost in the form of heat in the conductors. Okay. Next C question. How do transformers help in minimizing energy loss in power transmission? By reducing current, therefore the I square R losses can be minimized. Power companies use step-up transformer to boost the voltage to 100 at kilovolt before it is transmitted down a power line, reducing the current and minimizing the power loss in transmission lines. Okay, in next question, in a house 5 CF lamp each of 20 volt works for 4 hours. 4 fans each of 60 volt works for 5 hours in a day. What will be the daily consumption of energy shown by the watt hour meter? അപ്പോൾ daily consumption energy എത്രയായിരിക്കും? അപ്പം നമുക്ക് നോക്കാം. ടോട്ടൽ പവർ ഓഫ് സി എഫ് എൽ എന്ന് പറഞ്ഞാൽ 5 × 20 വോൾട്ട്, അതായത് 100 വോൾട്ട്, അതായത് ഹവറിലേക്ക് പറയുമ്പോൾ 4 ഹവർ വരും. ഇനി ടോട്ടൽ ഹവർ ഓഫ് ഫാൻ ഈസ് ഈക്വൽ ടു 4 × 60 വോൾട്ട് ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. ഹവർ എന്ന് പറഞ്ഞാൽ 5 ഹവറാണ് തന്നിട്ടുണ്ട്, ഹവേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ദെൻ എനർജി കൺസ്യൂംഡ് ബൈ സി എഫ് എൽ എന്ന് പറഞ്ഞാൽ 100 volt into 4 hour divided by 1000 is equal to 0.4 unit. Energy consumed by fan എന്ന് പറഞ്ഞാൽ 240 volt into 5 hour divided by 1000. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 1.2 യൂണിറ്റും കിട്ടും. അതായത് ടോട്ടൽ എനർജി ഇൻ 1 ഡേ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.4 + 1.2 ഈസ് ഈക്വൽ ടു 1.6 യൂണിറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. Electric shock may lead to death, hence electricity is to be handled with utmost concern for safety. What are the peculiarities to avoid electric shock? അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാനുള്ള പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണ്? എന്താ? കീപ് ഓൾ electric appliances away from places where there is water such as sink, toilet or bathtub. അപ്പോൾ വാട്ടറിൻ്റെ സോഴ്സ് ഉള്ളിടത്ത് നിന്ന് ഇലക്ട്രിക് പവറൊക്കെ മാറ്റി നിർത്തുക. Then never use a damaged extension cord. Before changing a light to a light bulb, switch the light off or unplug the lamp wire wet, or if the appliance is on wet surface, wear rubber footwear while operating electric device. Okay, next B question. Write down some first aids to given the case of electric shock. അപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക് ഷോക്ക് പറ്റിയാൽ എന്തൊക്കെ തരം ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്. അപ്പോൾ മസാജ് ചെയ്തിട്ട് ബോഡി ടെമ്പറേച്ചർ കൂട്ടുക. അതുപോലെ തന്നെ ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദ ഒറിജിനൽ കണ്ടീഷൻ, സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. Light is reflected from the surface of mirror as well as a rough surface like walls. Compare the type of reflection from a rough wall and a mirror. അപ്പോൾ റഫ് വാളിൻ്റെയും അതുപോലെ തന്നെ ഒരു മിററിൻ്റെയും എങ്ങനെയാണ് മിററിൻ്റെയും റിഫ്ലക്ഷൻ കമ്പയർ ചെയ്യാൻ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. For a smooth surface, reflected light will travel in the same direction. This is called regular reflection. For a rough surface, reflected light rays scatter in all directions. This is called irregular reflection. Okay, next, write down one use of reflection from walls. Write down one use of reflection from walls. അപ്പോൾ we can see object in rooms due to reflection light receives in all regions of room. Okay, next C question. Clear images are not formed due to reflection from a rough surface. Describe the reason.
അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദ ലൈറ്റ് ദാറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് എ റഫ് സർഫസ്, അതായത് വോൾ എന്ന് പറഞ്ഞാൽ ആൻഡ് അൺഈവൻ സർഫസസ് ഗെറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഡ്യൂ ടു ഇറഗുലർ റിഫ്ലക്ഷൻ. ദിസ് ഈസ് ദ റീസൺ വൈ എ വാൾ ഹൂസ് സർഫസ് ഈസ് റഫ് cannot produce clear image. ഇനി റെഗുലർ റിഫ്ലക്ഷൻ്റെയും ഇറഗുലർ റിഫ്ലക്ഷൻ്റെയും പിക്ചർ വേണമെങ്കിൽ വരക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ആ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വിച്ച് ലോ ഹെൽപ്പ് അസ് ടു ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ ഏത് തരം ലോയാണ് യൂസ് ചെയ്യുന്നത്? സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ. ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് സ്നെൽസ് ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? sin I by sin r is equal to n given by nr. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം വിച്ച് ഈസ് നോട്ട് വാക്വം ഈസ് കോൾഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.